ബാക്കിലത്തെ ഒരു പല്ലല്ലേ പോയത്, അതെന്തിനാ റീപ്ലേസ് ചെയ്യുന്നത്, ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളത്. എന്തുകൊണ്ട് നമ്മളൊരു പല്ല് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ചെയ്യണം എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പല്ല് മിസ്സായി, താഴത്തെ പല്ലാണ് മിസ്സായിരിക്കുന്നെങ്കിൽ അതിന് അടുത്തുള്ള പല്ല് ഇങ്ങോട്ട് ചെരിഞ്ഞ് ടിപ്പാകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. അതേപോലെ മേളത്തെ പല്ല് ഇറങ്ങി താഴോട്ട് വരാൻ, ബിക്കോസ് നമുക്ക് താഴെ ഒബ്സ്ട്രക്ട് ചെയ്യാനൊരു ടൂത്ത് ഇല്ല. അതേ കാര്യം റിവേഴ്സിലും അപ്ലൈ ചെയ്യും. അതായത് മേളത്തെ പല്ല് മിസ്സിംഗ് ആണെങ്കിൽ താഴത്തെ പല്ല് ഒന്നുകൂടെ പൊന്തി വരാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. നമ്മുടെ ബോഡി എപ്പോഴും ഒരു കോമ്പൻസേറ്ററി മെക്കാനിസമിലോട്ടാണ് പോകുന്നത്. ഒരു സാധനം മിസ്സിംഗ് ആണെങ്കിൽ ഇതെങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യാം എന്നുള്ളതേ നോക്കുകയുള്ളൂ. ഇനിയിപ്പോൾ പിന്നീട് നിങ്ങൾക്ക് ആ പല്ല് വെക്കണം എന്ന് തോന്നുവാണെങ്കിൽ അപ്പോഴത്തേക്കും ഇവിടെയുള്ള ബോൺ നല്ലപോലെ റിസോർവ് ആയി പോയിട്ടുണ്ടായിരിക്കും. ബ്രിഡ്ജ് വെക്കാനോ ഇംപ്ലാന്റ് വെക്കാനോ ഒന്നും ചിലപ്പോൾ പറ്റാണ്ട് പോകും. അപ്പം ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബൈറ്റ് ഫുള്ളായിട്ട് കൊളാപ്സ് ആവും. ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? പല്ല് മിസ്സിംഗ് ആകുമ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ബ്രിഡ്ജ് വെക്കാം. അതായത് അപ്പുറത്തും ഇപ്പുറത്തുള്ള 2 ടൂത്തിന്റെ സപ്പോർട്ട് എടുത്തിട്ട് ആ ഒരു മിസ്സിംഗ് ടൂത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് ഇംപ്ലാന്റ് എന്നുള്ള ഒരു ഓപ്ഷനാണ്. ആ പർട്ടിക്കുലർ മിസ്സിംഗ് ടൂത്തിലുള്ള ഏരിയയിലേക്ക് നമ്മളൊരു സ്ക്രൂ അഥവാ ഒരു പിൻ പോലൊരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് ആ ടൂത്ത് നമ്മൾ റീപ്ലേസ് ചെയ്യുക. അപ്പോൾ കുറച്ചൊക്കെ ബാക്ക് ടൂത്തിന് ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങുക.